ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ 65% ഉപയോഗിക്കുന്നത് ടയർ കമ്പനികളാണ്. ഇവർ നടത്തുന്ന തത്വദീക്ഷയില്ലാത്ത ഇറക്കുമതിയാണ് റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കോട്ടയം RSS 4ാം ഗ്രേഡ് റബ്ബറിന്റെ വിലയിൽ 19% ഇടിവുണ്ടായിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെ ടയർ കമ്പനികൾ നടത്തിയ റബ്ബർ ഇറക്കുമതി 1,62,000 ടണ്ണാണ്. ഇതിനു പുറമെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രം 41,000 ടൺ റബ്ബറിന് ഇറക്കുമതി ഓർഡർ നൽകി. മുൻവർഷം ഇതേ കാലയളവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 67% കൂടുതലാണിത്. ഇത്തരത്തിൽ ഇറക്കുമതി ഓർഡർ നൽകിയ റബ്ബർ ഈ മാസം എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. ജനുവരിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതോടെ ഇന്ത്യയിൽ സ്വാഭാവിക റബ്ബറിന്റെ ലഭ്യത കൂടാനും വിലയിടാനും കാരണമാകും. ഈ വിലയിടിവാണ് ടയർ കമ്പനികളുടെ ലക്ഷ്യം. റബ്ബർ ഇറക്കുമതി തീരുവ 20% ആയിരുന്നത് ഇപ്പോൾ കുറച്ചത് കർഷകർക്ക് കനത്ത തിരിച്ചടിയായി. 40,000 ടൺ വരെ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ ഇപ്പോൾ 7.5% തീരുവ നൽകിയാൽ മതി. സ്വാഭാവിക റബ്ബറിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് ഇറക്കുമതി ആവശ്യമാണെന്ന് ടയർ കമ്പനികൾ പറയുന്നു. കേന്ദ്ര സർക്കാർ ഇറക്കുമതിക്ക് അനുമതി നൽകുന്നതും ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ 14,05,785 ടൺ റബ്ബർ ലഭ്യമായിരുന്നു. ഇതിൽ ഉപയോഗിക്കപ്പെട്ടത് 9,91,580 ടൺ മാത്രമാണ്. റബ്ബർ വിലയിടിവ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ വർഷം റബ്ബർ വിപണിയിലെ വിറ്റുവരവ് ഏകദേശം 1,900 കോടി രൂപയുടേതായിരുന്നു. എന്നാൽ ഇക്കുറി അത് 1,350 കോടി രൂപയുടേതായി കുറയുമെന്നാണ് പ്രാരംഭ വിലയിരുത്തൽ. വിലയിടിവ് തന്നെയാണ് ഈ കുറവിനുള്ള പ്രധാന കാരണം. റബ്ബർ വിപണിയെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന കർഷകർ ഇപ്പോൾ കടുത്ത നിരാശയിലാണ്. ഇവരെ രക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. കർഷകരുടെ നടുവൊടിക്കുന്ന രീതിയിൽ ഇറക്കുമതിക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാവുന്നത് കേരളം ഒന്നാകെയാണ്. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.